अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതേ നമഃ. ഓം വിഷ്ണുവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് ശ്രീ മഹാഭാരതത്തിലെ സംഭവപർവത്തിലെ ശകുന്തളയുടെ ഭദ്രസമീപത്തിലേക്കുള്ള യാത്രയെ പറ്റിയാണ്. ശകുന്തളയ്ക്ക് കുട്ടിയുണ്ടായതും 12 വയസ്സ് പൂർത്തിയായതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ഇനി ഈ മകളെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല എന്നൊരു ചിന്ത കണ്ണുമകർഷിക്കുണ്ടായി. അത് അദ്ദേഹം പുത്രിയോട് പറഞ്ഞു, കൗമാരത്തിലെ സ്ത്രീകളെ പിതാവ് രക്ഷിക്കണം, യൗവനത്തിങ്കല് ഭർത്താവാണ് രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നീ കൊട്ടാരത്തിലേക്ക് പോകുന്നതാണ് നല്ലത്. ദേവകൾക്കൊക്കെ വിഷ്ണു ദേവതയാണ്, ഭൂമിദേവന്മാർക്ക് അഗ്നിയും ബ്രഹ്മാവും ദൈവവുമാണ്, ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണരാണ്. അതുപോലെ സ്ത്രീകൾക്കെല്ലാം ദൈവം ഭർത്താവാണ്. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് ഏറ്റവും ഉത്തമമായ പ്രവൃത്തിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കുലസ്ത്രീകൾക്ക് അതിലും മീതെ ഒരു ധർമ്മമില്ല എന്ന് ആ മകൾക്ക് കണ്ണു മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. പതിയെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചാൽ ഗതി വരും, അഥവാ മോക്ഷം കിട്ടും എന്നുകൂടി കണ്ണു മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. ആയതുകൊണ്ട് നീയും മകനും കൂടി കൊട്ടാരത്തിലേക്ക് പോകണം. നിനക്ക് സഹായികളായിട്ട് കുറച്ച് താപസന്മാരെയും കുറച്ച് ശിഷ്യരെയും അയക്കാം. പിതാവിനെ പിരിയുന്നതിൽ ദുഃഖമുണ്ടെങ്കിലും കണ്ണുകൾ തുടച്ച് ആ ദുഃഖം ഉള്ളിലൊതുക്കി പുത്രനുമായിട്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് ശകുന്തള തീരുമാനിക്കുന്നു. 12 വയസ്സായ മകനെ മടിയിലെടുത്ത് ലാളിച്ച് ചുംബനം നൽകി നല്ലത് വരുവാൻ അനുഗ്രഹിച്ച് ആ മകൾക്കൊപ്പം കണ്ണു മഹർഷി യാത്രയാക്കി. മകൾ യാത്രയായപ്പോഴേ മനുഷ്യ സ്വഭാവം കൊണ്ട് മനിക്ക് വളരെ ദുഃഖം തോന്നിയെങ്കിലും മകളെ ആശ്വസിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടു. പോയ വഴിക്ക് കണ്ട കാഴ്ചകളെ പറ്റിയാണ് പിന്നീട് വർണ്ണിക്കുന്നത്. യാത്രയ്ക്കിടയിൽ അനേകം മലകള്, അരുവികള്, വനങ്ങള്, നദികള്, വലിയ പർവ്വതങ്ങള്, ഗുഹകള്, രാഷ്ട്രങ്ങള്, നഗരങ്ങള്, ആശ്രമ വാസികൾ താമസിക്കുന്ന സ്ഥലങ്ങള്, അപ്രമുഖമായ ക്ഷേത്ര ഉദ്യാനങ്ങൾ, അങ്ങനെ അനേകം സ്ഥലങ്ങൾ കടന്നാണ് പോയത്. ആ പോക്കിൽ അവർ കണ്ട കാഴ്ചകൾ ഉണങ്ങിയ ഇല, വെള്ളം, വായു,
ഫലമൂലങ്ങൾ എന്നിവ ഭക്ഷിക്കുന്നവര്, പുല്ലുകൊണ്ടുണ്ടാക്കിയ കട്ടിലിന്മേലും യജ്ഞവേദിയിലും ശയിക്കുന്നവർ, ശാന്ത സ്വഭാവമുള്ളവര്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവര്, അടക്കമുള്ളവർ. ശാന്ത സ്വഭാവക്കാരെ കയറ്റി മുമ്പ് പറഞ്ഞു. അത് കൂടാതെ വീണ്ടും പറയുകയാണ് ദാന്തന്മാർ. ദാന്തന്മാർ എന്ന് പറഞ്ഞാൽ അടക്കമുള്ളവർ, പരമഹംസന്മാര്. ആ ഭക്ഷണ രീതി കൊണ്ട് ഞരമ്പുകളുടെ കൂട്ടം ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ, സമദൃഷ്ടിയുള്ളവർ, മെലിഞ്ഞവര്, വൽക്കലവും മാന്തോലും ധരിക്കുന്നവര്, ഊർധ്വ പുണ്ഡ്രധാരികൾ, ജടയുള്ളവര്, തലമുണ്ടനം ചെയ്തവര്, ഇങ്ങനെ നാനാ ഗണത്തിൽപ്പെട്ട ആളുകളെ കണ്ടു. ആ നദികളും അരുവികളും ഒക്കെ പറഞ്ഞെങ്കിലും നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് സോമവാര തീർത്ഥം. ആ തീർത്ഥത്തിൽ ഇറങ്ങിയതെ പറ്റിയും പറയുന്നുണ്ട്. ആ തീർത്ഥത്തിന്റെ പ്രത്യേകത പ്രകാലെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മധ്യാഹ്ന കാലത്ത് അമരാവതിക്ക് തുല്യമായ രാജധാനിയിലെ അവര് എത്തിച്ചേർന്നു. അവിടെ എത്തപ്പെട്ടപ്പോൾ കണ്ട കാഴ്ചകളാണ് പിന്നീട് പറയുന്നത്. പുരൂരവസ്ഥന് വേണ്ടി ഇന്ദ്രൻ നിർമ്മിച്ച ആ മാളിക, ആ കുബേരന് വേണ്ടി നിർമ്മിച്ചത്, ആ നഗരത്തിലെ ചെറു മാളികകളും പ്രാസാദങ്ങളും, ആ കിടങ്ങുകൾ, ആനക്കൊട്ടിൽ, ആ രഥങ്ങളെ നശിപ്പിക്കുന്ന പാലങ്ങൾ, കൈലാസ ശിഖരത്തിനൊത്ത കൊട്ടാരങ്ങളും ദേവാലയങ്ങളും, വലിയ ഉയരമുള്ള ഗജശ്രേഷ്ഠന്മാരുടെ വസതികൾ, കുതിരപ്പന്തികൾ, തണ്ണീർ പന്തല്, കാലാളുകളുടെ ഗ്രഹങ്ങൾ, സുന്ദരിമാര് താമസിക്കുന്ന സമൂഹ മഠങ്ങൾ, വളരെയേറെ ശോഭിക്കുന്ന മാളികകളുടെ കൂട്ടങ്ങൾ. മുമ്പ് മാളികയുടെ കാര്യം പറഞ്ഞെങ്കിലും വീണ്ടും പറയുകയാണ്. കൂടുതൽ എണ്ണം ഉള്ളത് കൊണ്ട് പ്രത്യേകം പറയുകയാണ്. അലങ്കരിക്കപ്പെട്ട വാതായനങ്ങൾ ഉള്ള കെട്ടിടങ്ങൾ, പൊയ്കകൾ, ഉദ്യാനങ്ങൾ, അന്തഃപുരങ്ങൾ, നാനാ വർണ്ണങ്ങളിലുള്ള ആശ്രമങ്ങൾ, എന്നും ശോഭിക്കുന്ന ആ മന്ദിരങ്ങൾ, അങ്ങനെ അനേകം കാഴ്ചകൾക്കൊപ്പം അഗ്നിഹോത്രാദി കാര്യങ്ങളിലെ പാണ്ഡിത്യമുള്ളവര്, ദാനശീലരായവര്, അത് തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കരുണ ധാരാളം ഉള്ളവര്, അധർമ്മത്തെ ഭയപ്പെടുന്നവര്, എല്ലാവരും ധർമ്മം പാലിച്ച് ജീവിക്കുന്നു എന്ന് താല്പര്യം. അങ്ങനെയുള്ള ആളുകളെയും അവർ കണ്ടു. സ്വർഗം പോലും ഇതിന് തുല്യമാവില്ല എന്ന് ഒരു തോന്നല് അവർക്കുണ്ടായി. ധനസമൂഹം കൊണ്ട് നിറഞ്ഞും ഉത്തമന്മാരുടെ സഭയോടെ ചേർന്നതും ബ്രാഹ്മണരും രാജാക്കന്മാരും ധർമ്മം പുലർത്തുന്ന ധനികന്മാരും വൈശ്യന്മാരും ബ്രാഹ്മണരുടെ ഭക്തന്മാരും സത്സ്വഭാവികളും ബ്രഹ്മചാരികളും സ്തുതിപാഠകരും തേരാളികളും നർത്തകന്മാരും നല്ല നർത്തകികളെയും ഉത്തമ വാദ്യങ്ങൾ പ്രയോഗിക്കുന്നവരെയും അവർ കണ്ടു. കൂടാതെ 4 തരത്തിലുള്ള സൈന്യങ്ങളും പെരുമ്പറ, ഭേരി, ശംഖനാദം എന്നിവയെല്ലാം അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയും കേൾക്കുകയും ചെയ്തു. അതൊക്കെ കണ്ടും കേട്ടും എല്ലാ കാലത്തും ആനന്ദം ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള പുരി രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ആ പുറമേക്ക് കണ്ട കാഴ്ചകളൊക്കെയാണ് ഇതുവരെ വർണ്ണിച്ചത്. കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെ പറ്റി നാളെ നമുക്ക് മനസ്സിലാക്കാം. ഓം വിഷ്ണുവേ നമഃ. ഓം നാരായണായ നമഃ.